അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ വർഷം എല്ലാ ഐശ്വര്യത്താലും എല്ലാ നന്മകളാലും ഒത്തിരി അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുക, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പുതിയ നിയമത്തിൽ അന്ത്യകാലം എന്നത് യേശു കർത്താവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ മുതൽ തൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നത്. സകല ജാതികളുടെ മേലും ആത്മാവിനെ പകരുമെന്നതാണ് ദൈവിക വാഗ്ദത്തം. പെന്തക്കോസ്ത് നാളിൽ അതിൻ്റെ ഭാഗികമായ പൂർത്തീകരണമാണ് നടന്നത്. ഉണർവ് എന്നത് ദൈവത്തിൻ്റെ സന്ദർശനമാണ്. ഒരു വ്യക്തിയിലോ സഭയിലോ ദൈവത്തിൻ്റെ സന്ദർശനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയോ സഭയോ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് മാറ്റങ്ങളുണ്ടാവും. ആ തരത്തിലുള്ള അന്തരീക്ഷം വെളിപ്പെടാൻ തുടങ്ങും. ദൈവിക ബോധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഈ 2026 ഇന്ത്യൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൈവിക സന്ദർശനത്തിന്റെ സമയമാണ്. കഴിഞ്ഞ കുറെ നാളുകൾ നാം ചിന്തിച്ചു നോക്കിയാൽ മിക്ക സഭകളിലും അതിന്റെ പ്രാരംഭ ഉണർവുകൾ തുടങ്ങിക്കഴിഞ്ഞു. കർത്താവിന്റെ നാമത്തിനായി നിന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒത്തിരി പീഡകൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണാനിടയായി. കർത്താവിന്റെ സന്ദർശനത്തിന്റെ സമയമാണ്, ഉണർവ് വെളിപ്പെടാനുള്ള സമയമായി എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അസൂസ സ്ട്രീറ്റിൽ നാം ഉണർവ് കണ്ടത്, ഇവാൻ റോബർട്ട് എന്ന ഒരു ചെറുപ്പക്കാരനിൽ തുടങ്ങിയ ഉണർവ് നാം കണ്ടത്. 2023 ലാസ്ബെറിയിൽ ഒരു സാധാരണ ചാപ്പലിൽ തുടങ്ങിയ ഒരു വർഷിപ്പ് 16 ദിവസത്തോളം നീണ്ടുനിന്നു. ആ അന്തരീക്ഷം അനുഭവിപ്പാൻ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരുമിച്ച് കൂടിയത്. നിങ്ങളും ഒരു ഉണർവിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിപരമായ ആഗ്രഹമുണ്ടോ, അതിനായൊരു ദാഹമുണ്ടോ, നിങ്ങളുടെ പാപപ്രവർത്തികളെ ഒന്ന് ക്രമീകരിക്കാൻ, ഒന്നുകൂടി ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ സന്ദർശനം നിങ്ങളുടെ മേലും വെളിപ്പെടും. ഇത് അസാധാരണമായ വലിയ ദൈവപ്രവൃത്തികളുടെ സമയമാണ്. 2026 ദൈവത്തിൻ്റെ വർഷമാണ്. ആ തരത്തിൽ ദൈവികമായ സന്ദർശനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ എല്ലായിടങ്ങളിലും വെളിപ്പെടും. ആ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സകലതും ദൈവം ഒരുക്കും. വലിയ അത്ഭുതങ്ങൾ നടക്കും. ഉണർവ് എന്നത് ദൈവിക സന്ദർശനത്തിനപ്പുറത്ത് അതിനായിട്ട് ഒരുങ്ങുക എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. അതെ, ദൈവിക സന്ദർശനത്തിനായി, അന്തരീക്ഷത്തിനായി നമുക്ക് ഒരുങ്ങാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് നൽകി തന്ന പുതിയ വർഷത്തിനായിട്ട് സ്തോത്രം. വലിയ ദൈവിക ഇടപെടലുകൾ, സന്ദർശനങ്ങൾ, അത്തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ അനുഭവിപ്പാൻ സ്വർഗം ഞങ്ങളെ പ്രാപ്തമാക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ആ തരത്തിലുള്ള ദാഹങ്ങൾ, ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം വലിയ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിച്ച് ഇവരെ ബ്ലെസ് ചെയ്യുന്നു. ഒത്തിരി നന്മകളാൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പുതുവർഷം ഏറ്റവും അനുഗ്രഹമാകട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കട്ടെ. ഒത്തിരി അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.